Hi children, welcome to our English class. I am Sreela Abhi. നമ്മളിപ്പോൾ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന യൂണിറ്റാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ചെയ്യുവാനായി തന്ന പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ഫണി റിഡിൽസ്. നമ്മൾ ക്ലാസ്സിൽ ഏതാനും ഫണി റിഡിൽസ് പരിചയപ്പെട്ടു. അതാദ്യം നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു പാൻസിൻ്റെ പിക്ചർ കാണിച്ചു. ചോദ്യം എന്തായിരുന്നു? Can you find ant in pants? നിങ്ങൾക്ക് പാൻസിൽ ആൻറ്റിനെ കണ്ടെത്താൻ കഴിയുമോ? എങ്ങനെയാണ്? അതിൻ്റെ സ്പെല്ലിംഗ് നോക്കുമ്പോൾ അതിനകത്ത് ആൻറ്റ് എന്ന വാക്കുണ്ട് അല്ലേ? സെക്കൻഡ് റിഡിൽ, Can you find ox in a box? ബോക്സിൽ ഓക്സിനെ കണ്ടെത്താൻ കഴിയുമോ? ബോക്സിൻ്റെ സ്പെല്ലിംഗ് നോക്കുക, BOX. അതിൽ ഓക്സ് ഉണ്ടോ? ഉണ്ടല്ലേ, OX, ഓക്സ്. നെക്സ്റ്റ് റിഡിൽ എന്താണ്? Can you find owl in a bowl? സ്പെല്ലിംഗ് നോക്കാം, BOWL. അതിൽ ഔൾ ഉണ്ടോ? ഉണ്ടല്ലേ, OWL, ഔൾ. നെക്സ്റ്റ് റിഡിൽ, Can you find out bat in bathtub? ബാത്ത് ടബിൽ ബാറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ, BAT, ബാറ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്കായി ഏതാനും റിഡിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. Can you find rain in a train? ട്രെയിനിൽ റെയിൻ ഉണ്ടോ? യെസ്, TRAIN. RAIN എന്താണ്? റെയിൻ. നെക്സ്റ്റ് റിഡിൽ, വാട്ട് ബിഗിൻസ് വിത്ത് T, ഫിനിഷസ് വിത്ത് T ആൻഡ് ഹാസ് T ഇൻ ഇറ്റ്? ഒരു വാക്ക് ടിയിൽ ആരംഭിക്കുന്നു, ടിയിൽ അവസാനിക്കുന്നു, അതിൽ ടീ ഉണ്ട്, ആ വസ്തുവിൽ ടീ ഉണ്ട്. ഏതാണത്? ആൻസർ, ടീ പോട്ട്. നെക്സ്റ്റ് റിഡിൽ, വാട്ട് ബിഗിൻസ് വിത്ത് ആൻ E ബട്ട് ഓൺലി ഹാസ് വൺ ലെറ്റർ? വാട്ട് ബിഗിൻസ് വിത്ത് E വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബട്ട് ഓൺലി ഹാസ് വൺ ലെറ്റർ. അതിനകത്ത് ഒരു ലെറ്റർ ആണുള്ളത്. ഏതായിരിക്കും? ആൻസർ, എൻവലപ്പ്. നമ്മൾ കത്തുകളൊക്കെ അയക്കാൻ ഉപയോഗിക്കുന്ന കവറാണ് എൻവലപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് കൈൻഡ് ഓഫ് റൂം ഹാസ് നോ ഡോർസ് ആൻഡ് വിൻഡോസ്? വിൻഡോസും ഡോർസും ഒന്നും ഇല്ലാത്ത ഒരു റൂമുണ്ട്. അതേത് റൂമാണ്? നമ്മൾ മലയാളത്തിലൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻസർ, മഷ്റൂം. ആർക്കെങ്കിലും കിട്ടിയോ ആൻസർ? ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഗോസ് അപ്പ് ആൻഡ് നെവർ കംസ് ഡൗൺ? മുകളിലേക്ക് പോകും പക്ഷേ താഴേക്ക് തിരിച്ചു വരില്ല. ഇതും നമ്മൾ മലയാളത്തിൽ സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. എന്താണ്? യുവർ ഏജ്, നമ്മുടെ പ്രായമാണ് അല്ലേ? നെക്സ്റ്റ് റിഡിൽ, വാട്ട് വേർഡ് ബിക്കംസ് ഷോർട്ടർ വെൻ യു ആഡ് 2 letters ടു ഇറ്റ്? ഏതോ ഒരു വാക്കിൽ 2 ലെറ്റർ ഉപയോഗിച്ചാൽ ഷോർട്ടർ എന്നാകും. ഏതാണ് ആ വാക്ക്? ആൻസർ, ഷോർട്ട്. അതിനോടൊപ്പം ER ചേർത്താൽ എന്താകും? ഷോർട്ടർ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ദ തോട്ട് ഓഫ് ഐവൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 76 ആക്ടിവിറ്റിയാണ്. വെൻ ഐവൻ ഓപ്പൺ ഹിസ് ഐസ് ഹി വാസ് എലോൺ ഇൻ ദ ബോട്ട്. ഐവൻ ഗാഠനിദ്രയിലായിരുന്നു അല്ലേ? അങ്ങനെ ഉറക്കമുണർന്ന ഐവൻ എന്താണ് കണ്ടത്? താൻ ഒറ്റയ്ക്ക് ബോട്ടിൽ കിടക്കുന്നതാണ് മനസ്സിലാക്കിയത്. ഹി ലുക്ക്ഡ് അറൗണ്ട്. അവൻ ചുറ്റും നോക്കി. He could only see the endless sea around him. അവന് ചുറ്റും എൻലെസ് ആയിട്ടുള്ള അനന്തമായ കടലാണ് അവന് ചുറ്റും കാണാൻ കഴിയുന്നത്. വാട്ട് കുഡ് ബി ദ തോട്ട് ഓഫ് ഐവൻ ദെൻ? ഐവൻ്റെ തോട്ട് എന്തൊക്കെയായിരിക്കും ഈ സമയത്ത് ഉള്ളത്? അത് കുറച്ച് ഭാഗം ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാദ്യം ഒന്ന് നോക്കാം. നോക്കൂ, തോട്ട് ഓഫ് ഐവൻ. ഓ മൈ ഗോഡ്, ഹൗ ഡിഡ് ഐ റീച്ച് ഹിയർ? ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഐ ക്യാൻ സീ ഓൺലി ഹ്യൂജ് വേവ്സ്. എനിക്ക് ഭീമാകാരമായ തിരമാലകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. വേർ ആം ഐ? ഞാൻ എവിടെയാണ്? ഹൂ പുട്ട് മീ? അവിടെ നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഹൂ പുട്ട് മീ എന്താണ് അവിടെ വരേണ്ടത്? ഹിയർ ഇൻ ദ സീ. ഇനി ഈ തോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, ഇതിൽ നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് കൂടി എഴുതിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ഐ ക്യാൻ ഓൺലി സീ ഹ്യൂജ് വേവ്സ്. എനിക്ക് വലിയ തിരമാലകളാണ് കാണാൻ കഴിയുന്നത്. വേർ ആം ഐ? ഞാൻ എവിടെയാണ്?
ഹൗ ഡിഡ് ഐ റീച്ച് ഹിയർ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഹൂ പുട്ട് മീ ഹിയർ ഇൻ ദ സീ? എന്നെ ആരാണ് ഈ സീയിലേക്ക് കൊണ്ടുവന്നിട്ടത്? ആം ഐ ഗോയിങ് ടു ഡൈ? യോ, ഞാൻ മരിക്കാൻ പോവുകയാണോ? ഹൂ വിൽ സേവ് മീ? എന്നെ ആരാണ് രക്ഷിക്കുക? നോബഡി ഈസ് ഹിയർ ടു ഹിയർ മൈ ക്രൈസ്. എൻ്റെ കരച്ചിൽ കേൾക്കാൻ ഇവിടെ ആരും ഇല്ല. വിൽ എനിബഡി കം ഫോർ മൈ ഹെൽപ്പ്? ആരെങ്കിലും എൻ്റെ സഹായത്തിനായി ഇവിടെ വരുമോ? ഓ ഗോഡ്, നൗ നോ വേ ടു എസ്കേപ്പ്. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പ്ലീസ് ഹെൽപ്പ് മീ. എന്നെ സഹായിക്കൂ. പ്ലീസ് സേവ് മൈ ലൈഫ്. എൻ്റെ ജീവൻ രക്ഷിക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഐവൻ ചിന്തിച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 65 and 66. കഴിഞ്ഞ ക്ലാസ്സിൽ നൈറ്റിംഗേൾ നമ്മുടെ ഐവനോട് എന്തോ സീക്രട്ട് പറഞ്ഞു എന്ന് നമ്മൾ പഠിച്ചു. അതെന്താണെന്ന് അടുത്ത പാസേജിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. സ്ട്രേഞ്ച് മീൻസ് വിചിത്രമായ, പ്രഡിക്ഷൻ പ്രവചനം, അതായത് മുൻകൂട്ടി അറിയുക, അതാണ് മുൻകൂട്ടി പറയുക എന്നുള്ളതാണ് പ്രവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഹു ഈസ് ദിസ്? ദിസ് ഈസ് മർച്ചൻറ്റ് ആൻഡ് ദിസ് ഈസ് ഐവൻ. ദേ ടോക്ക് ഈച്ച് അതർ. അവർ പരസ്പരം സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നോക്കാം. ഹൂ വെയർ യു ടോക്കിംഗ് ടു? നീ ആരുമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ദ മർച്ചൻറ്റ് ആസ്ഡ്. മർച്ചൻറ്റ് ചോദിച്ചു. ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. ഐവൻ റിപ്ലൈഡ്. ഐ വാസ് ടോക്കിംഗ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ടു എ നൈറ്റിംഗേൾ. ഒരു നൈറ്റിംഗേളിനോടാണ്. ഐവൻ മറുപടി പറഞ്ഞു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നൈറ്റിംഗേളിനോട് സംസാരിക്കുകയോ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നിനക്കത് എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ സാധിച്ചു? ഐ ഹാവ് ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചു. ദ മർച്ചൻറ്റ് സ്റ്റേർഡ് അറ്റ് ഐവൻ ഇൻ ഡിസ്ബിലീഫ്. ദ മർച്ചൻറ്റ് സ്റ്റേർഡ്. വാട്ട് ഈസ് സ്റ്റേർഡ്? തുറിച്ചു നോക്കി. അറ്റ് ഐവൻ, ഐവനെ. ഇൻ ഡിസ്ബിലീഫ്, വിശ്വസിക്കാനാവാതെ. അവൻ പറഞ്ഞത് സത്യമാണോ? ഇവൻ എന്തുവായി പറയുന്നത് എന്ന് സംശയിച്ച് ഐവനെ നമ്മുടെ മർച്ചൻ്റ് തുറിച്ചു നോക്കി. വാട്ട് വെയർ യു ടോക്കിംഗ് അബൌട്ട്? എന്തിനെക്കുറിച്ചായിരുന്നു നീ സംസാരിച്ചു കൊണ്ടിരുന്നത്? ആസ്ക്ഡ് ദ മർച്ചൻറ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. ആസ്ക്ഡ് ചോദിച്ചു. ആരാണ് ചോദിച്ചത്? ദ മർച്ചൻറ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. ഒരു നിമിഷത്തിന് ശേഷം. ഇദ്ദേഹം തുറിച്ചു നോക്കിക്കൊണ്ട് ആലോചിച്ചതിന് ശേഷമാണ് ഐവനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന്. ഐവൻ വാസ് വറീഡ്. ഐവൻ വിഷമമായി. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. അവൻ ഇടറിയ സ്വരം, ബ്രോക്കൺ വോയിസ് എന്ന് വെച്ചാൽ ഇടറിയ ശബ്ദത്തോടു കൂടി അവൻ പറഞ്ഞു. ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. എന്താണ് വിറച്ച സ്വരത്തിൽ പറഞ്ഞത്? ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ്. നൈറ്റിംഗേൾ പറഞ്ഞു, ഐ വുഡ് ബിക്കം എ കിങ്. ഞാനൊരു രാജാവാകും. ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. താങ്കൾ എൻ്റെ സെർവൻ്റ് ആകും. അതാണ് നമ്മുടെ നൈറ്റിംഗേൾ ഐവനോട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പാസേജ് നോക്കാം. ഇൻ ടു ദ ഡീപ് സീ. ആഴക്കടലിലേക്ക്. Look at the picture. What do you see in the picture? This is merchant. This is Ivan. What is Ivan doing? Ivan is sleeping. What is merchant doing? Merchant എന്താണ് ചെയ്യുന്നത്? The merchant push the boat into the sea. സീയിലേക്ക് ബോട്ട് തള്ളിവിടുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. പാസേജ് വായിക്കാം നമുക്ക്. The merchant was worried and remained sleepless for weeks. The merchant was worried. മർച്ചൻ്റ് ആകെ വിഷമത്തിലായി. and remained sleepless for weeks. ആഴ്ചകളോളം ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. One night the merchant gave Ivan a drink to make him drowsy. One night, ഒരു രാത്രിയിൽ the merchant gave, മർച്ചൻ്റ് കൊടുത്തു ഐവന്. എന്താണ് കൊടുത്തത്? എ ഡ്രിങ്ക്, ഒരു
കുടിക്കുന്ന ഒരു പാനീയം കൊടുത്തു. ടു മേക്ക് ഹിം ഡ്രൗസി, അത് എന്തിനുള്ളതായിരുന്നു? അവനെ ഉറക്കാൻ തക്ക വണ്ണമുള്ള ഒരു പാനീയം. ഡ്രൗസി എന്ന് വെച്ചാൽ മയക്കമുണ്ടാക്കുന്ന എന്നാണ് മീനിങ്. വെൻ ഐവൻ ഹാഡ് fallen asleep, the merchant laid him on a boat. When Ivan had fallen asleep, ഐവൻ ഉറക്കത്തിലേക്കായപ്പോൾ the merchant laid him on a boat. മർച്ചൻ്റ് എന്ത് ചെയ്തു? അവനെ ഒരു ബോട്ടിലേക്ക് കിടത്തി. He spread the white sails and pushed the boat into the open sea. He spread the white sails, അതായത് ബോട്ടിൽ വെള്ള പായ വിരിച്ചു, കപ്പൽ പായ വിരിച്ചു. ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദി ഓപ്പൺ സീ, ഓപ്പൺ സീയിലേക്ക് ബോട്ട് തള്ളിവിട്ടു. അപ്പോൾ ഇത്രയും പാസേജാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഈ പാസേജുകളെല്ലാം നിങ്ങൾ പല തവണ വായിക്കുക, പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ ചെയ്യുക. പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.